ഒരുപാട് പഠിച്ചവനാ, ഒരുപാട് സമ്പാദിച്ചവനാ, ആഹ്ലാദിച്ചവനാ. ഇന്നവൻ 6 അടി മണ്ണിലാണ്. അഹങ്കാരത്തോടെ അഭിമാനത്തോടെ നീ ചവിട്ടി നിൽക്കുന്ന മണ്ണ് നിന്നെ കാത്തിരിക്കുന്നുണ്ട്. ആദരവോടെ കണ്ടവരും അസൂയയോടെ കണ്ടവരും മയ്യത്ത് എന്ന് വിളിക്കുന്ന ഒരു ദിനം നിനക്ക് വരാനിരിക്കുന്നുണ്ട്. കൂടിയ വസ്ത്രങ്ങളില്ല, കൂട്ടിന് കുടുംബമില്ല, കൂട്ടുകാരില്ല, നീയും നിന്റെ ചെയ്തികളും മാത്രം. പഠിച്ചതും സമ്പാദിച്ചതും ആഹ്ലാദിച്ചതും ദുനിയാവിന് വേണ്ടിയാണെങ്കിൽ നിനക്ക് വേണ്ടി കരയുന്നവരെക്കാൾ ഉച്ചത്തിൽ നിനക്കവിടെ കരയേണ്ടി വരും. അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാതെ, അവൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അറിയാതെ, ദീനിനെ മനസ്സിലാക്കാതെ നീ ഉറങ്ങിത്തീർത്ത രാത്രികളില്ലേ, അതിനേക്കാൾ ഭയാനകമായ രാത്രികൾ ആ ഞെരുങ്ങിയ ഇരുളറയിൽ നീ തള്ളി നീക്കേണ്ടി വരും. ഖബറിൽ നിന്റെ അവസ്ഥ എന്താവുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ദുനിയാവിനു വേണ്ടി ഓടുന്നതിനിടയിൽ നമസ്കാരങ്ങൾ മറന്നവരും, ഉച്ചത്തിൽ പൊട്ടിച്ചിരിച്ച് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറഞ്ഞവരും, സ്വത്തിനു വേണ്ടി കുടുംബ ബന്ധങ്ങളെ മുറിച്ചവരും, ഹറാമിൽ നിറഞ്ഞു കോളേജുകളിൽ ജീവിച്ചവരും നിലവിളിക്കുന്നുണ്ടാവും ഒന്ന് തിരിച്ചു വരാൻ വേണ്ടി, ചെയ്തുപോയ തെറ്റുകൾ തിരുത്താൻ വേണ്ടി. പഠിക്കണം, ജോലി വാങ്ങണം, ഒന്നാമനാവണം എന്നു പറഞ്ഞ് നീ വളർത്തിയ നിന്റെ മക്കളില്ലേ, അവരുടെ അവസ്ഥ ഖബറിൽ എന്താവും? അവർക്ക് ആ പരീക്ഷ വിജയിക്കാനാവുമോ? മടക്കി അയക്കാനുള്ള നിലവിളികൾക്ക് ആരും മറുപടി തരില്ല. മരണമെന്ന യഥാർത്ഥ ജീവിതത്തിൻ്റെ തുടക്കത്തിന് വേണ്ടി നീ ഒരുങ്ങുന്നുണ്ടോ? നിന്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ മരണം നിനക്ക് വേണ്ടി ഒരുങ്ങുന്നുണ്ട്. നാളെ ഞാൻ ഉണ്ടാവും എന്ന് പറഞ്ഞവരൊക്കെയും ഇന്ന് ഖബറിലാണ്. വർഷങ്ങളായി ഖബറിൽ കഴിയുന്നവരുണ്ട്, നൂറ്റാണ്ടുകളായി ഖബറിൽ കഴിയുന്നവരുണ്ട്. പലരും ആ മണ്ണറയിൽ നിന്ന് തിരിച്ചു വരാൻ വേണ്ടി നിലവിളിക്കുന്നുണ്ടാവും. നിന്റെ നിലവിളിയും അതിൽ ഉൾപ്പെടുമോ? തൗബ ചെയ്യാൻ, റബ്ബിലേക്ക് മടങ്ങാൻ നിനക്ക് ലഭിച്ച ഈ സമയം നീ പാഴാക്കരുത്. അടുത്ത നിമിഷം നീ ഉണ്ടാവുമെന്ന് നിനക്കാരും ഉറപ്പ് നൽകിയിട്ടില്ല. ദാറ്റ്സ് ഇറ്റ്.